ഇവിടെ അഭിവന്ദരായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവറുകൾ ഇവിടെ വന്ന് നമ്മുടെ പള്ളി ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത് ഉപദേശങ്ങൾ നൽകി തങ്ങളവറുകൾക്ക് അടുത്ത ട്രെയിനിന് പോകാനുള്ളത് കൊണ്ട് നമ്മളോട് സമ്മതം ചോദിച്ചു. അള്ളാഹു എല്ലാവർക്കും എല്ലാ നന്മയും വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഈ നാട്ടിലും പരിസരങ്ങളിലും ലോകം മുഴുക്കെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അള്ളാഹു സമാധാനവും സന്തോഷവും നൽകുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തുള്ള, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലുള്ള, വിശിഷ്യ നമ്മുടെ മലബാറിലുള്ള നമ്മുടെ എല്ലാവരുടെയും വലിയ പ്രതീക്ഷ ഗൾഫ് നാടുകളാണ്. ആ ഗൾഫ് നാടുകളിൽ നിന്നുള്ള അധ്വാനിച്ച് ജോലി ചെയ്യുന്നവരുടെ ജോലിയും വളരെ ക്ലേശം ചെയ്ത് ബിസിനസ് നടത്തുന്നവരുടെ ബിസിനസ്സുകളും അതിന്റെ ഗുണഫലങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായി എല്ലാ രംഗത്തും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഗൾഫ് നാടുകളിലുള്ള എല്ലാ യുദ്ധഭീഷണികളും പ്രയാസങ്ങളും ലോകസഭാവായ അല്ലാഹു ഉയർത്തി എല്ലാ ജനങ്ങൾക്കും എല്ലാ രാജ്യത്തും സമാധാനം നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യാം. 1982 കാലത്ത്, ഏകദേശം 45 വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ പുല്ലുക്കര ജമാഅത്ത് പള്ളിയിൽ ദർസിൽ ഓതി പഠിക്കുന്ന കാലത്ത് ഇവിടെ ദിവസങ്ങളോളം വഅദ് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് മാരാങ്കണ്ടി മദ്രസ നിർമ്മാണം ആരംഭിച്ചതും ശേഷം എന്റെ ഗുരുവര്യരായ ശൈഖുന കാന്തമൽ ഉസ്താദ് അവറുകൾ വന്ന് അത് ഉദ്ഘാടനം ചെയ്തതും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് ഏകദേശം 45 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ചെറിയ കുട്ടികളായിരുന്ന ആളുകളൊക്കെ ഇന്ന് ഈ നാട്ടിലെ നേതാക്കളാണ്. അതുപോലെ ചെറുപ്പക്കാര് പലരും അതിനുശേഷം ജനിച്ചു വളർന്നവരാണ്. അന്നത്തെ കാലത്ത് നേതൃത്വം കൊടുത്തിരുന്ന കാരണവന്മാര് പലരും മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകുമാറാകട്ടെ. അവരെയും നമ്മയും നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പള്ളി, മദ്രസ ഒന്ന് പഠിക്കാനുള്ള സ്ഥലമാണ്, മറ്റൊന്ന് പഠിച്ചതനുസരിച്ച് ആരാധനകൾ നിർവഹിക്കാനുള്ള സ്ഥലമാണ്. രണ്ടും മനുഷ്യന്റെ ആത്മീയവും ഭൗതികവുമായ പുരോഗതികൾക്ക് വേണ്ടിയുള്ളതാണ്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യന് 2 ലോകം ഉണ്ട്. അഥവാ ഒന്ന് ആത്മീയ ലോകവും ഒന്ന് ശാരീരിക ലോകവും. മനുഷ്യൻ ശരീരത്തിന് മനുഷ്യന് ഭക്ഷണം ആവശ്യമാണ്, വെള്ളം ആവശ്യമാണ്, മരുന്ന് ആവശ്യമാണ്. ആരോഗ്യത്തോടുകൂടെ ഒരു ശരീരം സുരക്ഷിതമായി നിലനിൽക്കണമെങ്കിൽ ഇത് 3 ആവശ്യത്തിനനുസരിച്ച് അനിവാര്യമാണ്. എന്നാൽ ശരീരത്തെയും കൂടി നിയന്ത്രിക്കുന്ന ഡ്രൈവറാണ് ആത്മാവ് എന്ന് പറയുന്നത്. മനുഷ്യന്റെ മരണം എന്ന് പറയുന്നത് ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോകലാണ്. അഥവാ ഡ്രൈവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങലാണ്. വാഹനത്തിനാണോ കൂടുതൽ പ്രസക്തി, അല്ല ഡ്രൈവർക്കാണോ കൂടുതൽ പ്രസക്തി? ഈ ചോദ്യത്തിന് ആർക്കും മറുപടി പറയാനുണ്ടാവുക ഡ്രൈവർക്കാണ് വണ്ടിയേക്കാൾ പ്രസക്തി എന്ന്. ഒരു വാഹന അപകടം സംഭവിച്ചാൽ വാഹനം വർക്ക്ഷോപ്പിലെത്തിക്കുന്നതിന് മുമ്പ് ഡ്രൈവറെ ആശുപത്രിയിൽ എത്തിക്കാനാണ് അദ്ദേഹത്തിന് പരിക്കുണ്ടെങ്കിൽ ആരും ശ്രമിക്കും. കാരണം ഡ്രൈവർക്കാണ് ഈ ബോഡിയേക്കാൾ അല്ലെങ്കിൽ വാഹനത്തെക്കാൾ കൂടുതൽ പ്രസക്തിയുള്ളത്. ഡ്രൈവർ പിഴച്ചാൽ വാഹനത്തിന് കേടുവരും.
ഡ്രൈവർക്ക് അബദ്ധങ്ങൾ സംഭവിച്ചാൽ ഈ വാഹനം കൊണ്ട് ലക്ഷ്യം വെച്ച നന്മകൾക്ക് പകരം അപകടങ്ങളിലേക്ക് പോയി വീഴുകയും ഡ്രൈവർക്കും ആ വാഹനത്തിൽ പോകുന്നവർക്കും പുറത്ത് യാത്ര ചെയ്യുന്നവർക്കും ചിലപ്പോൾ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകൾക്കടക്കം അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈവർ അദ്ദേഹത്തിന്റെ നിയന്ത്രണം, അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് അത് വളരെ കൃത്യമായിരിക്കും. അങ്ങനെ കൃത്യമായ ഡ്രൈവിംഗ് ചെയ്തു പോകുന്ന ഒരു ഡ്രൈവറെ കൊണ്ട് നാശമുണ്ടാവുകയില്ല. നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടത്തിന് നടക്കാൻ വിട്ടുകൊടുത്താൽ കുടുംബകലഹങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിപ്പോകും. അയൽവാസികൾ തമ്മിൽ ബഹളമുണ്ടാകും. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ ചിലപ്പോൾ വർഗീയ കലാപങ്ങൾ ഉണ്ടാകും. അതുപോലെ ഒരുപാട് നാശങ്ങൾ സംഭവിക്കും. ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന ആത്മാവിന് അതിൻ്റെതായ ഭക്ഷണവും അതിന്റെ വെള്ളവും മരുന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ, ഈ ആത്മാവിന് നൽകുന്ന ഭക്ഷണവും വെള്ളവും മരുന്നും എന്ന് പറയുന്നത് അറിവാണ്. അറിവുള്ള മനുഷ്യൻ അവൻ ഒരിക്കലും കുഴപ്പം സൃഷ്ടിക്കുന്നതിന് അനുകൂലമായി നിൽക്കുകയില്ല. അറിവുള്ളവൻ എപ്പോഴും പക്വതയുള്ളവനായിരിക്കും. വിവേകപൂർണമായ പ്രവർത്തനങ്ങൾ നടത്താൻ നേതൃത്വം കൊടുക്കുന്നവനും ആ നിലക്ക് മറ്റുള്ളവരെയും കൂടി ആ വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവനുമായിരിക്കും. അറിവാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികൾക്ക് കുട്ടിക്കാലം മുതലേ നമ്മൾ അറിവ് നൽകുകയാണ്. അത് മദ്രസകളിലും സ്കൂളുകളിലും ഒക്കെ നൽകുന്നത് അറിവാണ്, ആവശ്യമുള്ള അറിവുകൾ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മദ്രസയിൽ പോയി നിങ്ങൾ അവിടെയുള്ള പുസ്തകങ്ങൾ വാങ്ങി നോക്കിയാൽ അതിൽ ട്രാഫിക് നിയമങ്ങൾ തെറ്റാതെ നമ്മൾ ജീവിക്കണം എന്ന് മദ്രസാ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. മദ്രസാ പുസ്തകത്തിൽ ഖുർആൻ ഓതേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്, നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്, ഒന്നുവെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്, മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്, അയൽവാസികളോട് ഏത് സ്വഭാവത്തിൽ പെരുമാറണം എന്നത് പഠിപ്പിക്കുന്നുണ്ട്, കുടുംബബന്ധം ചേർക്കണം എന്നത് പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ പുറമെ കളവ് പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. കളവ് പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെയൊന്നും വിവേചനങ്ങളൊന്നുമില്ല. മുസ്ലിമിനോടും അമുസ്ലിമിനോടും കളവ് പറയാൻ പാടില്ല, ചതിക്കാൻ പാടില്ല, ആരെയും ചതിക്കാൻ പാടില്ല, മുസ്ലിമിനെയും അമുസ്ലിമിനെയും ചതിക്കാൻ പാടില്ല, ആരെയും വഞ്ചിക്കാൻ പാടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഒരു മഴ പെയ്ത ദിവസം നടന്നു പോകുമ്പോൾ ഒരു ധാന്യം ബിസിനസ് നടത്തുന്ന വ്യക്തിയെ കണ്ടു. അദ്ദേഹം ചാക്കിൽ പൊതിയിൽ ധാന്യം ഇട്ടുവെച്ച് വിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലേക്ക് കൈയിട്ട് അടിയിൽ നിന്ന് ധാന്യം വാരിയെടുത്തു. അപ്പോൾ അത് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ചോദിച്ചു, ഇതെന്താണ് നനഞ്ഞത് വിൽക്കുന്നത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, മഴ പെയ്തപ്പോൾ നനഞ്ഞു പോയത്. അവിടുന്ന് ചോദിച്ചു, എന്നാൽ പിന്നെ ഉണങ്ങിയത് മേലയിട്ട് നനഞ്ഞത് അടിയിലിട്ട് വിൽക്കണോ? നിനക്ക് നനഞ്ഞത് മേലയിട്ട് വിറ്റുകൂടെ? മൻ ഗശ്ശ ഫലൈസ മിന്ന. അപ്പോൾ പറഞ്ഞൊരു വാചകമാണ്, ചതിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. ആരെയും ചതിക്കാൻ പാടില്ല. മറിച്ച് ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ലക്ഷണം വിശ്വാസ്യത പുലർത്തി ജീവിക്കുക എന്നതാണ്. വല്ലദീനഹും ലിഅമാനതിഹിം വഅഹ്ദിഹിം റാഊൻ. കരാറ് പാലിച്ചുകൊണ്ട് ജീവിക്കുക, ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ജീവിക്കുക. അതൊരു സത്യവിശ്വാസിയുടെ ലക്ഷണമായി ഖുർആൻ ആ ലക്ഷണങ്ങൾ പറയുന്ന സൂറത്തുൽ മുഅ്മിനൂനയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെയും ചതിക്കാൻ പാടില്ല. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മദ്രസയിൽ പഠിപ്പിക്കുന്ന അറിവാണ്. ഒരാളെയും ചതിക്കാൻ പാടില്ല, ആരോടും വാക്ക് ലംഘിക്കാൻ പാടില്ല, ആരോടും കരാറ് ലംഘിക്കാൻ പാടില്ല. അതേപോലെ ആരെയും തോന്നിവാസം പറയാൻ പാടില്ല. ഇന്ന് രാവിലെ മുതഅല്ലിമീങ്ങൾക്ക് സഹീഹുൽ ബുഖാരി ഞാൻ ഓതിക്കൊടുത്തപ്പോൾ അവിടെ പറഞ്ഞ രണ്ട് റിപ്പോർട്ടുകൾ ഒരേ ആശയത്തിൽ.
സലാസുൻ, 3 വിഷയങ്ങൾ. മൻകുന്ന ഫീഹി, അത് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അവൻ കാന മുനാഫിഖൻ, അവൻ ഒരു കപട വിശ്വാസിയായിരിക്കും, ശരിയായ വിശ്വാസിയാവില്ല. അതിലൊന്ന് ഇത് ഹദ്ദസ കദബ, സംസാരിച്ചാൽ കള്ളം പറയുക. വൈദത്തുമിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കുക. അതേപോലെ വൈദ ബഅദ അഖ്ലഫ, അതുപോലെ വാക്ക് പറഞ്ഞാൽ ലംഘിക്കുക. മറ്റൊരു റിപ്പോർട്ടിൽ വൈദ ഖാസമ ഫജറ, തെറ്റിയാൽ തോന്നിവാസം പറയുക. തെറ്റിയാൽ തോന്നിവാസം പറയും. ഇന്നലെ വരെ ഒന്നിച്ച് കച്ചവടം ചെയ്ത ആളുകൾ, അവർ കച്ചവടത്തിൽ വീക്ഷണ വ്യത്യാസം കൊണ്ട് കച്ചവടം പിരിയേണ്ടി വന്നു. സ്വാഭാവികമാണ്, വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇന്ന ഒരു ചരക്ക് നമ്മൾ എടുത്ത് വിൽക്കുന്നതാണോ നമുക്ക് ഗുണം? അല്ല, അത് എടുക്കാതിരിക്കുന്നതാണോ ഗുണം? ചിലപ്പോൾ 2 കച്ചവടക്കാർ, ഒരേ ബിസിനസ് നടത്തുന്ന ഷെയറുകാർ തമ്മിൽ ചിലപ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസം വരും, വീക്ഷണ വ്യത്യാസം വരും. അവസാനം അങ്ങനെ ചില വീക്ഷണ വ്യത്യാസങ്ങളെ കാരണത്താൽ രണ്ടാളും പിരിഞ്ഞു ഓരോരുത്തരും വഴിക്ക് പോയാൽ പിന്നെ പിറ്റേ ദിവസം മുതൽ ഇതുവരെ ഷെയറായി ഒന്നിച്ച് കച്ചവടം ചെയ്തവനെ കുറ്റം പറയുന്ന ചില സ്വഭാവങ്ങളുണ്ട്. അതാണ് വൈദ ഖാസമ ഫജറ, തെറ്റിയാൽ തോന്നിവാസം പറയുക. അതൊരു കപടവിശ്വാസിയുടെ ലക്ഷണമാണ്. ഒരു സത്യവിശ്വാസിയിൽ അതുണ്ടാകാനും പാടില്ല. ഇതേപോലെ ഏതൊരു മനുഷ്യരും ആവശ്യമായ ഏറ്റവും നല്ല ഉപദേശങ്ങളും ഏറ്റവും നല്ല ഉത്ബോധനങ്ങളുമാണ് മദ്രസയിൽ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ നാട് വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്നപ്പോൾ. കാരണം അൽഹംദുലില്ലാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1982-83 കാലത്ത് ഞാനിവിടെ പ്രസംഗിക്കുകയും അതുപോലെ മദ്രസ നിർമ്മിക്കുകയൊക്കെ ചെയ്തൊരു കാലം കഴിഞ്ഞുപോയി എന്ന് ഞാൻ പറഞ്ഞു. എന്നെ ക്ഷണിക്കാൻ വന്നവർ എന്നോട് പറഞ്ഞു, ഞങ്ങളന്ന് ചെറിയ കുട്ടികളായിരുന്നു എന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ നടന്നു വന്ന അതേ രൂപത്തിൽ തന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ സുന്നി മുസ്ലിമീങ്ങളാണ്. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ പരസ്പരം സംഘട്ടനങ്ങളോ കുഴപ്പങ്ങളോ ഇല്ല. അത് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാവരും ഒറ്റക്കെട്ടായി. അതാണ് ഇന്നത്തെ ഉദ്ഘാടനത്തിൽ പോലും അത് മാതൃകയാക്കി നിങ്ങൾ കാണിച്ചു തന്നതിൽ ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പരസ്പരം തെറ്റിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്, മറിച്ച് പരസ്പരം വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും സഹകരണത്തിലുമാണ് നമ്മളെപ്പോഴും ജീവിക്കേണ്ടത്.